ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റായ നല്ല നാടൻ ചിക്കൻ ഫ്രൈ ദം ബിരിയാണിയാണ്. കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചിക്കൻ മസാല തേച്ച് റെഡിയാക്കി വെക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അടുത്തതായി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ചേരുവയാണ്. അല്പം കോൺഫ്ലവർ ആണ് കേട്ടോ. എന്തിനാണ് കോൺഫ്ലവർ ചേർക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ മസാല തേച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ മസാല വഴറ്റുകയോ ചെയ്യുമ്പോൾ ആ മസാലകൾ ചിക്കനിൽ നിന്ന് വിട്ടുപോകാതെ നന്നായി പിടിച്ചിരിക്കാൻ കോൺഫ്ലവർ സഹായിക്കും. ഇത് ചിക്കൻ ഒരു ചെറിയ ക്രിസ്പി ലെയറും നൽകും കേട്ടോ. നന്നായി തേച്ച് പിടിപ്പിക്കുക. അവസാനമായി പകുതി നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൈകൊണ്ട് നന്നായി തിരുമ്മി പിടിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം. ഇനി ഇത് എത്ര നേരം മാറ്റി വെക്കണമെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വെക്കണം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കുകയും ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമ്മുടെ ദം ബിരിയാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സ്പെഷ്യൽ മസാല അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ ചിക്കൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടത് 2 കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, ആവശ്യത്തിന് വെളുത്തുള്ളി, 1 പിടി മല്ലിയിലയും പുതിനയിലയും. പുതിനയില ബിരിയാണിക്ക് നല്ലൊരു ഫ്രഷ്നെസ് നൽകുമ്പോൾ മല്ലിയില ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും. മസാലയിൽ വരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിൽ ചേർക്കണം കേട്ടോ. അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇഞ്ചിയും ഇനിയും വേണമെന്ന് പറഞ്ഞത്. ഇനി വേണ്ടത് ആവശ്യത്തിന് 4-5 സവാളയാണ്. സവാള വലിയ സവാള നോക്കിയെടുക്കണം. പിന്നെ അത്യാവശ്യം വലിയ 3-4 തക്കാളിയും വേണം. ഇത് രണ്ടും അത്യാവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടി വരറ്റാൻ വേണ്ടി സവാളയും തക്കാളിയും ആവശ്യത്തിന് എടുക്കണം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എന്നിവ മിക്സിയിലിട്ട് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണേ. ഈ പേസ്റ്റ് നമ്മൾ സവാള വഴറ്റുന്ന സമയത്താണ് ചേർക്കുന്നത്. നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ച് ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമ്മളിതിൽ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ചിക്കൻ മസാല വേവിക്കുന്നതിനേക്കാൾ ഇരട്ടി രുചി ഇതിലൂടെ ബിരിയാണിക്ക് ലഭിക്കും കേട്ടോ. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ മസാല ഒന്നും ഒട്ടും വിട്ടുപോകാതെ ചിക്കനിൽ നന്നായി പിടിച്ചിരിക്കുന്നത് കാണാം. ചിക്കൻ ഒരുപാട് കരിഞ്ഞു പോകരുത്. 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ ചിക്കൻ വറുത്ത ബാക്കി വരുന്ന ഈ എണ്ണയുണ്ടല്ലോ, അത് കളയരുത്. ബിരിയാണി മസാല വരറ്റാൻ ഈ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ ബിരിയാണിക്ക് ചിക്കൻ്റെ ആ ഫുൾ ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ പിന്നീട് മസാലയിൽ കിടന്ന് ഒന്നുകൂടി വേവുമ്പോൾ അത് അതീവ രുചിയായിരിക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പിയായി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണ ഇതിലോട്ട് അരിച്ച് മാറ്റിയെടുക്കാം. അതൊരു പാനിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറി നല്ലൊരു മണം വരുന്നത് വരെ നമുക്ക് വരട്ടാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അല്പം ഉപ്പും കൂടെ ചേർത്താൽ മതി. സവാളയും പേസ്റ്റും നന്നായി വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരണം. സവാളയും തക്കാളിയും നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞു വരണം. ആ രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാലയിൽ തൈര് ചേർക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? പ്രധാനമായും നമ്മുടെ ബിരിയാണി ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പും ഒരു ചെറിയ പുളിപ്പും കിട്ടാൻ തൈര് സഹായിക്കും.
കൂടാതെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഈ മസാലയിൽ കിടന്ന് വേവുമ്പോൾ അത് കൂടുതൽ സോഫ്റ്റ് ആകാനും തൈര് സഹായിക്കും. മസാലകളുടെ എരിവും മണവും എല്ലാം കൃത്യമായി ബാലൻസ് ചെയ്യാൻ തൈര് ചേർക്കുന്നത് വളരെ നല്ലതാണ്. തൈര് ഒഴിച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്, ബിരിയാണി മസാല. നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ഒക്കെ ചേർത്തുവല്ലോ, അതിന് പിന്നാലെയാണ് നമ്മുടെ ഈ മസാലപ്പൊടി ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ലൊരു നിറം കിട്ടുമെന്ന് മാത്രമല്ല, നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഫ്രൈഡ് ചിക്കനിലേക്ക് മസാലയുടെ രുചി നന്നായി പിടിക്കുകയും ചെയ്യും. ഒരുപാട് അങ്ങ് കൂടിപ്പോകാതെ പാകത്തിന് മസാല ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ബിരിയാണി ഉണ്ടാകുമ്പോൾ ഈ ഗ്രേവിയിൽ മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നത് ഇലകളുടെ മണം ഗ്രേവിയിൽ നന്നായി ഇറങ്ങാൻ വേണ്ടിയാണ്. ഗ്രേവിയിൽ കിടന്ന ഈ ഇലകൾ ഒന്ന് വാടി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായി പിടിക്കും. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. വറുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടി വെന്താലേ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. വെള്ളം ഒഴിച്ച് മസാലകളുമായി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയുടെ രുചിയൊക്കെ നന്നായി ഇറങ്ങാൻ വേണ്ടി ഇത് കുറച്ച് നേരം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. എരിവിനായി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കൊഴുപ്പിനും മണത്തിനായി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വറ്റി ഗ്രേവി ചിക്കനിൽ നന്നായി പിടിച്ചു വരുമ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡിയാകും. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ അരി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരി വേവിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. ആദ്യം അരി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിരാൻ മാറ്റി വയ്ക്കണം. ഇങ്ങനെ കുതിർക്കുന്നത് കൊണ്ട് ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 3-4 വെള്ളത്തിൽ ഇത് നന്നായി കഴുകി എടുത്തിട്ട് വേണം നമുക്കിത് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. കുതിർന്ന് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം പൂർണ്ണമായി വാഴ്ന്നു പോകാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അരിപ്പയിൽ മാറ്റി വെച്ച് വെള്ളം വാർന്നു പോകാൻ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യം വേണ്ടത് ബേ ലീഫാണ്. ബേ ലീഫ്, പിന്നെ ഇത് ജാതിപത്രി, പിന്നെ കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു 4-5 ഗ്രാമ്പു, പിന്നെ അത്യാവശ്യം ഏലക്കയും ഉണ്ട് കേട്ടോ. ജാതിപത്രി നമ്മുടെ ബിരിയാണിയുടെ മണം കിട്ടാനാണ് ജാതിപത്രി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാനിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു അളവിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. അളവിനനുസരിച്ച് മാത്രമേ നിങ്ങളിത് എടുക്കാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് അരി നേരത്തെ കുതിർത്ത് വെച്ചത് കൊണ്ട് വെള്ളം അല്പം കുറച്ചൊഴിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം മാത്രമാണ് എടുക്കുന്നത്. കാരണം വെള്ളം കൂടിപ്പോയാൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകും. നമുക്ക് ചോറ് നല്ല വിട്ട് കിട്ടണം. ബാക്കി വേവ് നമ്മൾ ദം ബിരിയാണി ഇടുമ്പോൾ ആ ആവിയിലിരുന്നോളും. അതുകൊണ്ട് ചോറ് കുഴഞ്ഞു പോകുമെന്ന് പേടിയുള്ളവർക്ക് ഈ ഒരു അളവ് ധൈര്യമായി പരീക്ഷിക്കാം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ചേർക്കുന്നത് ചോറ് വെന്ത് വരുമ്പോൾ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഓരോ അരിമണിയും നല്ല വിട്ട് കിട്ടാൻ നാരങ്ങാനീര് സഹായിക്കും കേട്ടോ. അരി ഇട്ട ശേഷം നമുക്ക് പാത്രം നന്നായി മൂടി വെച്ച് വേവിക്കാം. അരി അവിടെ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് മുകളിൽ ചേർക്കാൻ വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇതിനായി ഒരു ചെറിയ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക നാടൻ രുചി കിട്ടും. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പ് പകുതി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു മാറ്റിയ ശേഷം അതേ എണ്ണയിലേക്ക് നെയ്യിലേക്കും തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാം. സവാള വറുത്തെടുക്കുമ്പോൾ നല്ല ക്ഷമയോട് വേണം ചെയ്യാൻ. സവാള നല്ല മൊരിഞ്ഞ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. നമ്മുടെ ദം ബിരിയാണിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്രത്യേക കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിനായി കുറച്ച് തിളപ്പിച്ച പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
പാല് ദം ചെയ്യുന്ന സമയത്ത് ചോറിന് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ ബിരിയാണിക്ക് നല്ലൊരു മഞ്ഞ നിറം കിട്ടും. പാല് ചേർക്കുന്നതുകൊണ്ട് ചോറിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടാൻ ഇത് സഹായിക്കും. ഇപ്പോൾ നമ്മുടെ കൈമ അരി ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ബാക്കി ഇനി ദം ഇടുമ്പോൾ ആവി ഇരുന്നാണ് വേവുന്നത്. ദം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ചോറിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ ഇത് സഹായിക്കും. നമ്മളിത് ലെയർ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് കുറച്ച് ചോറ് ആദ്യമേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ബാക്കിയുള്ള ചോറിലേക്ക് ആദ്യം നമുക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ തൂക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഗ്രേവിയും കൂടെ അതിലോട്ട് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ മഞ്ഞൾപ്പൊടിയും കലർത്തിയ പാലും കൂടെ ഇതിന് മുകളിലായി ചുറ്റുമൊഴിച്ചും കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാത്രത്തിൽ അടിയിലായി കുറച്ച് ചോറും എല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറും കൂടെ രണ്ടാമത്തെ ലെയറിൽ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ മസാലയും ഗ്രേവിയുടെ പകുതി ഭാഗവും എല്ലാ വശങ്ങളിലും എത്തുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും വറുത്ത് വെച്ചിരുന്ന സവാളയും കാഷ്യൂനട്ടും മുന്തിരി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കളറിനായിട്ട് വെച്ചിരുന്ന ആ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ പിടിച്ചെടുക്കും. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. ആവി ഒട്ടും പുറത്തു പോകാതിരിക്കാൻ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചാണ് പാത്രം മൂടുന്നത്. പാത്രത്തിൻ്റെ വശങ്ങളൊക്കെ നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായി പാത്രത്തിൻ്റെ മൂടിയും കൂടി വെച്ച് നന്നായി അമർത്താം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആവി ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റായി ദമ്മായി വരും. ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 20 മിനിറ്റ് നമുക്കിത് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. പക്ഷേ ഉടൻ തന്നെ പാത്രം തുറക്കരുത്. ഒരു 10 മിനിറ്റും കൂടി ആ ചൂടിൽ തന്നെ ഇരുന്നാൽ ബിരിയാണി കൂടുതൽ രുചികരമാകും. അപ്പോൾ ഇതാ നമ്മുടെ മണമുള്ള രുചിയുള്ള നമ്മുടെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കിയാൽ ആർക്കും ഇതിൻ്റെ രുചി മറക്കാൻ കഴിയില്ല. ഇനി ഒരു പ്രധാന കാര്യം, ചിക്കൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ഈ ബിരിയാണി ഉണ്ടാക്കാൻ. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് പകരം നമ്മൾ തയ്യാറാക്കിയ ആ ഗ്രേവിയിൽ സവാള നന്നായി വഴറ്റിയെടുത്താൽ മാത്രം മതി. ചിക്കൻ ഇല്ലാതെ തന്നെ ഈ മസാലയുടെ രുചിയിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ബിരിയാണി ആയിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.